മൈ വിന്നേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 156/2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 1848 ദത്തബഹാരമായ പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യമേത്? ഓപ്ഷൻ സി ആണ് സത്താറ. 2. ഇന്ത്യൻ കൗൺസിൽ നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി 1861 ഫോർട്ട് ഫോളിയോ സംവിധാനം കൊണ്ടുവന്നത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് കാനിങ് പ്രഭു. 3. താഴെ പറയുന്നവയിൽ ഏതാണ് 1862 കൗൺസിലിലേക്ക് ലോർഡ് കാനിങ് നാമനിർദ്ദേശം ചെയ്യാത്തത്? ഓപ്ഷൻ സി ആണ് മൈസൂരിലെ മഹാരാജാവ്. 4. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ഇലക്ട്രേറ്റ് ഏർപ്പെടുത്തിയ നിയമം? ഓപ്ഷൻ ഡി ആണ് മിൻറ്റോ മോർലി പരിഷ്കാര നിയമം 1909. 5. ഡയാർക്കി സമ്പ്രദായ ഭരണം നടപ്പിലാക്കിയത് ആരാണ്? ഓപ്ഷൻ ബി ആണ് മൊണ്ടേഗു ചെംസ്ഫോർഡ്. 6. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതാരാണ്? ഓപ്ഷൻ എ ആണ് ബാലഗംഗാധര തിലക്. 7. ഏത് ഹൗസിലാണ് ഇന്ത്യൻ സ്വതന്ത്ര ബിൽ അവതരിപ്പിച്ചത്? ഓപ്ഷൻ എ ആണ് ഹൗസ് ഓഫ് കോമൺസ്. 8. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? എ. സാമ്പത്തിക ജനാധിപത്യമില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യം അർത്ഥശൂന്യമാണെന്ന് അംബേദ്കർ വിശ്വസിച്ചു. 3. മുതലാളിത്തത്തിലും ഭൗതികവാദത്തിലും അധിഷ്ഠിതമായൊരു ലിബറൽ സാമ്പത്തിക വ്യവസ്ഥയെ സ്വാമി വിവേകാനന്ദൻ പിന്തുണച്ചു. സി. സുഭാഷ് ചന്ദ്രബോസ് 1942 റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. ഡി. നെഹ്റു മതത്തെ അടിസ്ഥാനമാക്കി ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന ആശയം പ്രോത്സാഹിപ്പിച്ചു. 8. ഓപ്ഷൻ എ ആണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി. സാമ്പത്തിക ജനാധിപത്യമില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യം അർത്ഥശൂന്യമാണെന്ന് അംബേദ്കർ വിശ്വസിച്ചു. 9. താഴെ പറയുന്നതിൽ ആരാണ് ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിൽ അംഗമല്ലാതിരുന്നത്? 9. ഓപ്ഷൻ ബി ആണ് വില്യം ബെൻഡിക് പ്രഭു. 10. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഇന്ത്യൻ ഗവർണർ ജനറൽ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ചെംസ്ഫോർഡ് പ്രഭു. 11. ഗാന്ധി ഓൾ ഇന്ത്യ ആൻറ്റി അൺടച്ചബിലിറ്റി ലീഗ് രൂപീകരിച്ച വർഷം? ഓപ്ഷൻ സി 1932. 16. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-24 ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി? ഓപ്ഷൻ ബി ചൈന. 17. 2011 സെൻസസ് പ്രകാരം പട്ടിക 1 പട്ടിക 2 പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്. 1, 2, 2, 1, 3, 4, 4, 3. 1. പശ്ചിമ ബംഗാൾ പട്ടികജാതി ജനസംഖ്യയുടെ രണ്ടാമത്തെ ഉയർന്ന പങ്ക്. ബീഹാർ ഏറ്റവും ഉയർന്ന ജനസംഖ്യാ സാന്ദ്രത. മഹാരാഷ്ട്ര ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം. ഛത്തീസ്ഗഡ് ഏറ്റവും ഉയർന്ന ശിശുമരണ നിരക്ക്. 18. പൊതുമേഖലാ നിക്ഷേപത്തിൻ്റെ പ്രാധാന്യം ആദ്യമായി വെട്ടിക്കുറച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ഓപ്ഷൻ സി 9. 19. 1969 MRTP നിയമത്തിൽ താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? 19. ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്തത്. ഈ നിയമം ആസാം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളുന്നു. 20. ദാദാഭായ് നവറോജിയുടെ ട്രെയിൻ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പരിഗണിക്കുക. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം വരുന്നത്. 2, 3, 4. ഇന്ത്യ വികസനത്തിന് ഇന്ത്യ ഇംഗ്ലണ്ടിൽ ഹോം ചാർജുകൾ നൽകി. ബ്രിട്ടീഷ് വ്യാവസായിക വിപ്ലവത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വളരെ കുറഞ്ഞ നിരക്കിൽ ഇന്ത്യ കയറ്റുമതി ചെയ്തു. ബ്രിട്ടീഷ് ഭരണാധികാരികൾ തങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഭൂരിഭാഗവും ഇന്ത്യയിൽ ഉപയോഗിക്കാതെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചയച്ചു. 21. നീതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായി താഴെ പറയുന്നതിൽ ഏതാണ് പരിഗണിക്കാത്തത്? ഓപ്ഷൻ സി ആണ് പഞ്ചവത്സര പദ്ധതികൾ സർക്കാരിൻ്റെ നിക്ഷേപ പദ്ധതികൾ നിർദ്ദേശിക്കുന്നു. 22. 1949 ബംഗാൾ ക്ഷാമം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. ബംഗാളിലും സമീപ പ്രദേശങ്ങളും ഭക്ഷ്യധാന ഉൽപ്പാദനത്തിൽ വൻ ഇടിവ്. 23. ഇന്ത്യയിലെ ഹരിത വിപ്ലവം. 1. നെല്ലിൻ്റെ വിളവ് മുരടിച്ചെങ്കിലും ഗോതമ്പിൻ്റെ വിളവ് ഗണ്യമായി മെച്ചപ്പെടുത്തി. 2. കീടനാശിനികളുടെ അമിത ഉപയോഗം. 3. HYV വിത്തുകൾ ഭൂഗർഭജലത്തിൽ ഒപ്റ്റിമൈസ് ഉപയോഗം. 4. കാർഷിക മേഖലയിൽ വർദ്ധിച്ച അസമത്വം. താഴെ പറയുന്നതിൽ ഏതാണ് ശരി? 23-ൻ്റേത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 ശരി, 3 തെറ്റ്. 1 എന്ന് പറയുന്നത് നെല്ലിൻ്റെ വിളവ് മുരടിച്ചെങ്കിലും ഗോതമ്പിൻ്റെ വിളവ് ഗണ്യമായി മെച്ചപ്പെടുത്തി. 2. കീടനാശിനിയുടെ അമിത ഉപയോഗം. 4. കാർഷിക മേഖലയിൽ വർദ്ധിച്ച അസമത്വം. അപ്പോൾ അത് 3 ആണ് എന്ത് ശരിയായിട്ട് വരുന്നത്. മൂന്നാമത്തത് തെറ്റാണ്. ഓക്കെ, താങ്ക് യു.